ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനീസ് ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ എല്ലാവരും ചെറിയ പെരുന്നാളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതിന് മുന്നായിട്ടുണ്ടല്ലോ, ഇതൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും ആ സൈഡിൽ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്താൻ മടക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, എല്ലാ റൈഡേഴ്സിനും അതുപോലെ തന്നെ ബുള്ളറ്റ് ലവേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാധനമായിട്ടാണ്. അപ്പോൾ ഈ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്കും കൂടി ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബോട്ടിൽ 2 കോട്ട് പെയിൻറ് എടുത്തിട്ടുണ്ട്. 2 കോട്ട് പെയിൻറ് അടിച്ച് നല്ല ഡ്രൈ ആക്കി വരച്ചതിനുള്ള ശേഷമുള്ള ബോട്ടിലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് ക്ലിയർ ആയിട്ട് പറയുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് വീഡിയോ ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഒരു ബുള്ളറ്റിൻ്റെ പിക്ചറും അതുപോലെ തന്നെ ഒരു ഗേൾ ഹെൽമെറ്റ് പിടിച്ചിരിക്കുന്ന പിക്ചറും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കാൻ സിമ്പിളാണ്. അതിനായിട്ട് നമുക്കൊരു ഫോണും അതുപോലെ തന്നെ ഒരു തിൻ ഷീറ്റ്, ഒരു പെൻസിലും മാത്രം മതി. അപ്പോൾ ഈ ഫോണിൽ നിന്ന് നമ്മളൊരു ഗൂഗിളിൽ നമുക്ക് ബുള്ളറ്റ് ഫോട്ടോസ് അതുപോലെ തന്നെ റൈഡർ ഗേൾ ഫോട്ടോസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഫോട്ടോസൊക്കെ കിട്ടും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിനെ നമ്മൾ ഒന്ന് സൂം ചെയ്തിട്ട് അത് ഈ തിൻ ഷീറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻസ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കും. അപ്പോൾ നമുക്ക് പിക്ചർ കറക്റ്റായിട്ട് കിട്ടും. ഇതിനായിട്ട് ട്രേസിങ് പേപ്പറോ അതുപോലെ തന്നെ കാർബൺ പേപ്പറോ ഒന്നും നമുക്കിതിനായിട്ട് ആവശ്യമില്ല. ഇതേ മെത്തേഡിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബ്രഷ് കൊണ്ടൊക്കെ ടെക്സ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അറിയുമോ വെച്ചാൽ ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളി ടെക്സ്റ്റൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഈ പിക്ചർ നമുക്ക് ബോട്ടിലോട്ട് പകർത്താം. അപ്പോൾ അതിനായിട്ട് ഈ ബോട്ടിലിൻ്റെ മുകളിൽ നമുക്ക് ഈ പിക്ചർ എവിടെയാണോ നമുക്ക് വരച്ചെടുക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ മുകളിലൊന്ന് വെച്ചതൊന്ന് കറക്റ്റ് ലെവലൊക്കെ ഒന്ന് ഒരു മിനിമം വലുപ്പത്തിൽ വേണം ഈ പിക്ചർ വരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് വരയ്ക്കുന്നതിന് മുൻപായിട്ട് ഇത് പെട്ടെന്ന് വരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിക്ചറിൻ്റെ പിന്നിൽ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് കുത്തി വരയുക. പിക്ചർ വരച്ചതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഞാൻ വരച്ച മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് കുത്തി വരയാം. പിക്ചറിൻ്റെ പിന്നിൽ കേട്ടോ, ഫ്രണ്ടിൽ ഒരിക്കലും വരയ്ക്കരുത്. ഇനി നമ്മൾ ഈ പിക്ചർ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഒരു സെലോ ടാപ്പ് വെച്ചിട്ട് 2 അറ്റവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇടയിൽ ബബിൾസ് ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ വരച്ച പിക്ചറിൻ്റെ ഔട്ട്ലൈൻസിലൂടെ നല്ല ഡാർക്ക് ആക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ കൊടുക്കുക കേട്ടോ, നല്ല നമ്മൾ അമർത്തി തന്നെ കൊടുക്കുക. എന്നാലാണ് ബോട്ടിലിൻ്റെ മുകളിൽ ഈ പിക്ചർ ട്രേസ് ആയിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടിയിൽ തന്നെ കൊടുക്കുക. കൂടുതലും ഷാർപ്പൻ ചെയ്ത പെൻസിൽസ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കോമ്പസ് ബോക്സിൻ്റെ ഒപ്പം കിട്ടിയ ഒരു പെൻസിലാണ്. അപ്പോൾ അത് ഡ്രോയിങ്ങിനൊക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെൻസിലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ നിങ്ങൾക്ക് എപ്സറ പെൻസിലോ അല്ലെങ്കിൽ 2B പെൻസിലോ HB പെൻസിലോ ഏത് പെൻസിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻസിലൂടെയൊക്കെ നമ്മൾ കട്ടിക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പിക്ചർ ഇൻസുലേഷനൊക്കെ ഒന്ന് അയച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിലിൻ്റെ മുകളിൽ നല്ല തിക്കായിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒന്നും കൂടി അതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി തന്നെയാണ് ഞാൻ മറ്റേ പിക്ചറും ട്രേസ് ചെയ്തെടുക്കുന്നത്. ഞാൻ മറ്റേ പിക്ചറും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബുള്ളറ്റിനെയും ഈ ഗേളിനെയും ഫുള്ളായിട്ട് കവർ ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ലൈനർ ബ്രഷുകളാണ്. ഒന്ന് 0 പോയിൻ്റ് ഉള്ള ബ്രഷും മറ്റേതിൻ്റെ പോയിൻ്റൊന്നും എനിക്കറിയില്ല, എന്നാലും ലൈനറാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് സീറ്റിനൊക്കെ ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. സീറ്റ് അതുപോലെ തന്നെ ടയറിൻ്റെ അടിഭാഗത്തേക്ക് ഞാനൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നത്. ഗേളിന് ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് തന്നെ കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ലൈനിലൂടെ മാത്രം നമ്മൾ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാനുള്ളതാണ്. ഷെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ ഞാൻ ഒരേ ഒരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ലൈൻ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടയറിൻ്റെ അടിഭാഗത്ത് ഒന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. ഷെയ്ഡ് കൊടുക്കാൻ ഞാൻ ഈ ബ്രഷിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ തന്നെ നമുക്കൊരു ആ ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടും.
ഞാൻ എല്ലാം ഷെയ്ഡ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് കളർ പെയിൻറ് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ റോയൽ എൻഫീൽഡ് എന്നുള്ളത് എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതുന്നത് ഇപ്പോൾ എഴുതുന്നില്ല, അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പണിയും കൂടി ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ഉപയോഗിച്ചാണ് ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് പുല്ലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. പുല്ലൊക്കെ വരച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പിക്ചർ ഒന്ന് റിയാലിറ്റി ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഫുള്ള് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെർമനൻറ്റ് മാർക്കർ, ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് കോട്ട്സും കൂടി എഴുതി കൊടുക്കുകയാണ്. ഈ കോട്ട്സ് എഴുതുന്ന നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് തന്നെ എഴുതാം. ബ്രഷ് കൊണ്ട് ടെക്സ്റ്റൊക്കെ നല്ല വൃത്തിക്ക് എഴുതാൻ അറിയുന്ന കുറേ പേരുണ്ടാവും, കുറേ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അവർ അങ്ങനെയുള്ളവരൊക്കെ ബ്രഷ് കൊണ്ട് എഴുതിയാലും മതി. എനിക്ക് ബ്രഷ് കൊണ്ട് അധികം കംഫർട്ടബിളായി തോന്നിയില്ല. ഞാൻ റോയൽ എൻഫീൽഡ് എന്നുള്ളത് അതിൻ്റെ മുകളിലൂടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മോൾ ഭാഗത്ത് ഒരു ജൂട്ട് കയർ കെട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ നമ്മൾ ഗൾഫിൽ നിന്നല്ല ദൂര സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ കെട്ടിക്കൊണ്ടുവരുന്ന കയറാണ്. അതിന് ഞാൻ എടുത്ത കയറാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിക്ക് ചെയ്യാതെ വെക്കുക. അതായത് കുറച്ച് ഭാഗം സ്റ്റിക്ക് ചെയ്യാതെ അതിൻ്റെ അടിയിൽ കുറച്ച് മുത്തുകളൊക്കെ വെച്ച് നമുക്കൊന്ന് അലങ്കരിക്കാനുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ കെട്ടിക്കൊടുത്തുന്ന കയറിന് മുകളിൽ കുറച്ച് പശയും കൂടി ചേർത്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റിക്കായി നിൽക്കും. നമ്മൾ ഈ അടിയിലേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് അധികമൊന്നും വേണ്ട, 3 മുത്തുകൾ, അതായത് നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ. ഇപ്പം ഇത് പഴയൊരു ഡ്രസ്സിൻ്റെ നിന്ന് അഴിച്ചു വെച്ചിരുന്ന മുത്തുകളാണ്. ഞാനത് ഇതിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേമാതിരി തന്നെ ഒരു കയറും കൂടി ഇതാക്കണം. ഈ മുത്തുകളൊക്കെ അതിൻ്റെ അടിയിലിട്ടിട്ട് അടിയിലൊരു നോട്ട് ഇട്ടിട്ട് വെച്ചിട്ട്, നിങ്ങൾ അടിയിൽ ഒട്ടിക്കൊന്നും വേണ്ട, നോട്ട് ഇട്ട് വെച്ചാൽ മതി, മുത്തൊന്നും അഴിഞ്ഞു പോരില്ല. അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ ചെയ്തെടുത്ത ഒരു കയറും കൂടിയാണിത്. ഇതും കൂടി നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് മറ്റേ കയർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് ഒരു കയറിന് ഉള്ള മാതിരി തന്നെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് കയറൊക്കെ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ അടാറായിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്റ്റിക്കാവണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോട്ടിലിൻ്റെ മോൾ ഭാഗത്തൊക്കെ ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തൂങ്ങി കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ റൈഡർ ബോട്ടിൽ നന്നായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൈഡേഴ്സിനും അതുപോലെ തന്നെ എല്ലാ ബുള്ളറ്റ് ലവേഴ്സിനും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.